ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗത ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. അപ്പോൾ PSC എക്സാമിന് ചോദിച്ച ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതും ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം SCERT ഫാക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഫാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ചോദിച്ച പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, അത് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയാൽ അറിയാം. ഫസ്റ്റ് വൺ: ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുക. പൊതുജന പങ്കാളിത്തത്തോടെ ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുക. വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുക. ഒരു മേഖലയിലെ ചരിത്ര സ്മാരകം സംരക്ഷിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പ്രയാസമായിട്ട് തോന്നും അല്ലേ. പക്ഷെ എന്തായാലും ഇത് SCERT 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ കാര്യം വായിച്ച ഒരാൾക്ക് മാത്രമാണ് ഈസി ആയിട്ട് എന്തായാലും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നാഷണൽ പാർക്ക് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, അതേപോലെ ബയോസ്ഫിയർ റിസർവ്, ഇങ്ങനെയുള്ള പേരൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇതിനൊക്കെ നമ്മൾ പറയാം ഇൻസിറ്റു കൺസർവേഷൻ ആണ്. കാരണം ജീവികളെ അതിൻ്റെ പ്രകൃതിദത്തമായ ചുറ്റുപാടിൽ തന്നെ നിർത്തി സംരക്ഷിക്കുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് സെലക്ട് ചെയ്യണം. ഇതിൽ നാഷണൽ പാർക്കിന് മാച്ച് ആവുന്ന മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത്തെ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുക എന്നൊക്കെയാണ്. അപ്പോൾ വന്യജീവി എന്നൊക്കെ പറയുമ്പോൾ വന്യജീവി സങ്കേതമായിരിക്കും ചിലപ്പം കുറച്ചുകൂടെ മാച്ച് ആയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഇതിൽ കറക്റ്റ് ഇത് കൊടുത്തൊരു കാര്യം ഇതാണ് ആ ടെക്സ്റ്റിൽ കൊടുത്ത കാര്യം. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വന്യജീവി സങ്കേതം ഇതാ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതേപോലെ ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന ഹെഡിങ് നോക്കുക. അതിൽ വരുന്നതാണ് വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്, അതേപോലെ ബയോസ്ഫിയർ റിസർവുകൾ അല്ലേ, കാവുകൾ, അങ്ങനെ കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ അതായത് പ്രകൃതിദത്തമായ ചുറ്റുപാടിൽ അങ്ങനെ തന്നെ സംരക്ഷിക്കുക ചെയ്യുന്നത്. ജീവികളെ വേറെ എവിടെയും മാറ്റി പാർപ്പിക്കാതെ അവിടെ തന്നെ സംരക്ഷിക്കുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് നോക്കിയേ. ഇതിൽ വന്യജീവി സങ്കേതമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തെന്താ, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റ് നാഷണൽ പാർക്കിനേക്കാളും ആരെ പോയിന്റാണ്, വന്യജീവി സങ്കേതത്തിന്റെ പോയിന്റാണ്. ഓക്കെ, റെഡി. ഇനി നാഷണൽ പാർക്കിൽ എന്താ കൊടുത്തേ, വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകം, പ്രകൃതി വിഭവം, ഭൗമ സവിശേഷത ഇതൊക്കെ സംരക്ഷിക്കുന്നതിനാണെന്ന് പറയാ നാഷണൽ പാർക്ക് എന്ന് പറയാം അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ. കമ്മ്യൂണിറ്റി റിസർവിൽ എന്താ കൊടുത്തേ, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ, അങ്ങനെയാണ് കൊടുത്തത് അല്ലേ. ഇനി കൂടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുക. അപ്പം അത് ഈ പ്രസ്താവന ഇവിടെ നാഷണൽ പാർക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തെറ്റാണ്, അത് വേണ്ട. ഇത് ആരെ പോയിന്റാണ്, വന്യജീവി സങ്കേതത്തിനെ പറ്റി പറയുന്ന പോയിന്റാണ്. പൊതുജന പങ്കാളിത്തത്തോടെ പ്രദേശം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതും നാഷണൽ പാർക്കിന്റെ കാര്യമല്ല, ആരതാ കമ്മ്യൂണിറ്റി റിസർവിനെ പറ്റി പറയുമ്പോഴാണ് ആ ഒരു പോയിന്റ് വേണ്ട അല്ലേ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവം, ഭൗമ സവിശേഷത സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇപ്പം നമ്മൾ വായിച്ചു. ഒരു മേഖലയിലെ ചരിത്ര സ്മാരകം സംരക്ഷിക്കുക, അതും ആരെ പോയിന്റാണ്, നാഷണൽ പാർക്കിന്റെ പോയിന്റാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കിയോ. ഇതാ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകം, പ്രകൃതി വിഭവം, ഭൗമ സവിശേഷത സംരക്ഷിക്കുക അല്ലേ. അതേപോലെ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. റെഡി അല്ലേ. അപ്പം 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, യെസ്, ഓപ്ഷൻ എ കാണാം. 3ഉം 4ഉം ശരിയാണ്. റെഡി. അപ്പം എന്തായാലും ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിന് മുൻപേ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളതാണ്. എന്തായാലും അത് കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു ഭാഗം വായിച്ച ഒരാൾക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇനി വൈവിധ്യം നിലനിൽപ്പിന് എന്നും പറഞ്ഞുകൊണ്ട് 8ാം ക്ലാസ്സിലൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ ഇൻസിറ്റു കൺസർവേഷനിൽ പെടാത്തതേത്. ഓക്കെ, ഇൻസിറ്റു എന്താന്ന് കണ്ടു, ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് കണ്ട ആൾക്കാർക്ക് അതിൽ പെടാത്തത് ഒരെണ്ണം ഉണ്ട്, അതിനെ സെലക്ട് ചെയ്യാം. കാവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, സുവോളജിക്കൽ ഗാർഡനുകൾ, വന്യജീവി സങ്കേതം. ഓപ്ഷൻ കാണുമ്പോൾ ഒന്നും കൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഒരിക്കലും സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ, ഇല്ലല്ലോ അല്ലേ. അപ്പോൾ സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറഞ്ഞാൽ അത് ഇൻസിറ്റു കൺസർവേഷനിൽ വരുന്നതല്ല. അപ്പോൾ അത് പിന്നെ എന്തിൽ വരുന്നതാ അല്ലെ. ഇൻസിറ്റു അല്ലാതെ എന്ത് രീതിയിലാണ് ജീവികളെ കൺസർവ് ചെയ്യാൻ, സംരക്ഷിക്കാൻ പറ്റുക, എക്സിറ്റു കൺസർവേഷൻ എന്നും പറഞ്ഞുകൊണ്ടൊരു കാര്യം കൂടിയുണ്ട്.
ജീവികളെ അതിന്റെ പ്രകൃതിദത്തമായ സ്ഥലത്ത് തന്നെ സംരക്ഷിക്കാണ്ട് വേറെ എവിടെയെങ്കിലും മാറ്റിപ്പാർപ്പിച്ച് സംരക്ഷിക്കുന്നതിനാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയാം അല്ലെ. നമ്മൾ സുവോളജിക്കൽ ഗാർഡൻ, സൂ ഉണ്ട്, അവിടെ എങ്ങനെയാണ് ജന്തുക്കളെ, അനിമൽസിനൊക്കെ നമ്മളെ നാച്ചുറലായ സ്ഥലത്ത് നിന്ന് പിടിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ച് അവിടെ സംരക്ഷിക്കുക അല്ലെ, അതിന്റെ പ്രത്യുൽപാദനം നടത്താനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുക. ഇതിനെയാണ് സുവോളജിക്കൽ ഗാർഡൻ അഥവാ നമ്മൾ സൂ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സുവോളജിക്കൽ ഗാർഡൻ അഥവാ സൂ. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ചു പരിപാലിക്കുക, വംശവർദ്ധനവിന് വേണ്ട സാഹചര്യം ഒരുക്കുക എന്ന് വെച്ചാൽ അതിന്റെ റീപ്രൊഡക്ഷനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതിനെയാണ് സുവോളജിക്കൽ ഗാർഡൻ. നമ്മൾ സൂ എന്നാണ് പറയാറ് അല്ലെ. അപ്പൊ സൂ നമുക്കിവിടെ കേരളത്തിൽ സൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അല്ലെ, അതും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എവിടെയൊക്കെ ഉള്ളത്? കേരളത്തില് തിരുവനന്തപുരം, അതേപോലെ തൃശ്ശൂര്, ഇവിടെയൊക്കെ എന്തുണ്ട്? സൂ ഉണ്ട്, സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട് എന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, റെഡി. ഇനി ജന്തുക്കളെ സംരക്ഷിക്കുന്നത് സുവോളജിക്കൽ ഗാർഡൻ ആണെങ്കിൽ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലത്തിന് എന്ത് പറയാ? ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയാ. ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പൊ അവിടെ നമ്മൾ അറിയാലേ, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ എന്താ വരിക? ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ വരിക. കാരണം നമ്മൾ അവിടെ ഏറ്റവും പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ തൊട്ടടുത്തും ചില ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, അത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലെ. കാരണം ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ ഊട്ടി എന്തായാലും ഓർമ്മയുണ്ടാവും. ഇവിടെ തൊട്ടടുത്തെന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ എന്തുണ്ട്? ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അതെവിടെയുണ്ട്? തിരുവനന്തപുരത്തുണ്ട്. പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം എന്നുണ്ടാവും ചിലപ്പോൾ ഓപ്ഷനിൽ. തിരുവനന്തപുരത്തിന് പകരം പാലോട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. കോഴിക്കോട് ജില്ലയിലും എന്തുണ്ട്? ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ കോഴിക്കോട് ഒളവണ്ണയിലുള്ള മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, MBG എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ അതെന്താണ്? ബൊട്ടാണിക്കൽ ഗാർഡന്റെ എക്സാമ്പിൾ ആയിട്ട് ആലോചിക്കുക. പല സ്ഥലങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ നട്ടു വളർത്തുന്നുണ്ടാവും. ഓക്കെ, ഇനി വേറൊന്നാണ് എന്ത്? ജീൻ ബാങ്കുകൾ. ജീൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ രക്തം സൂക്ഷിച്ചു വെക്കുകയാണ്. വെറും ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പണവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അല്ലെ. അതേപോലെ ജീൻ ബാങ്കിൽ എന്താ ഉണ്ടാവുക? ജീനുകൾ എന്ന് പറഞ്ഞാൽ അതിൽ വിത്തുകൾ ഉണ്ടാവും, ജീവികളുടെ ബീജകോശങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ പ്രാധാന്യമുള്ള സസ്യങ്ങളുടെ വിത്ത്, ജീവികളുടെ ബീജകോശങ്ങൾ, ഇതൊക്കെ ശേഖരിച്ചു വെക്കുന്നതിനാണ് സ്ഥലത്തിനാണ് ജീൻ ബാങ്ക് എന്ന് നമ്മൾ പറയാം. ഓക്കെ, കേരളത്തിൽ നമുക്ക് ജീൻ ബാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അതുണ്ട്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്താണ്? ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ ജീവികളെ സംരക്ഷിക്കുന്ന രണ്ട് മാർഗ്ഗമാണ്, ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഇൻസിറ്റുവിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് വെക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ ഉൾപ്പെടാത്ത ആൾക്കാരെ എക്സിറ്റു ആയിട്ട് തരംതിരിക്കാൻ പറ്റും. പഠിക്കുമ്പോൾ അധികം എക്സിറ്റു എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിൽ ആകെ ഒരു 3 എണ്ണം കൊടുത്തത്. അപ്പൊ അത് ആലോചിച്ച് വെക്കാൻ എളുപ്പമായിരിക്കും. സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എന്താ? ഇൻസിറ്റുവിലാണ് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? അതാണ് ചോദിച്ചത്. ജോൺ റേ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും അല്ലെ? വർഗീകരണം പഠിക്കുന്ന സമയത്ത്, ഇതും 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ജീവികളെ തരംതിരിക്കുന്നത് എന്തിനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പം തരംതിരിക്കുന്നതിൽ എന്ന് പറയുമ്പോൾ വർഗീകരിക്കുക എന്നാണ്, ടാക്സോണമി കാര്യങ്ങളാണ് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒരു ആളാണ് ജോൺ റേ എന്ന് പറയുന്നത്. ജോൺ റേന്റെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ചിലപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ടാവും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അറിയാം. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. ശരിയായ പ്രസ്താവനയാണ്. ആരാ ചെയ്തത്? ജോൺ റേ ആ ചെയ്തത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ് എന്നൊക്കെ പറഞ്ഞ വർഗീകരണത്തിന്റെ പല പല തലങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാന തലമാണ് എന്ത്? സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. ആ സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചാരാ? ജോൺ റേ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചിട്ടില്ല. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ സസ്യങ്ങളെ ഇങ്ങനെ കൂടുതലായിട്ട് തരംതിരിച്ചതിന് ജോൺ റേ ആണോ അല്ലെ? ഇതും നമുക്ക് ഈ പറഞ്ഞ ഫാക്ട് വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇതെന്തായാലും ജോൺ റേ അല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. സസ്യങ്ങളെ പല രീതിയിൽ വർഗീകരിക്കുമ്പം ഒരു സസ്യശാസ്ത്രജ്ഞൻ അല്ലെ, സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന തിയോഫ്രാസ്റ്റസ് ചെയ്ത കാര്യമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ശരിയായതാണ്. ജോൺ റേ ചെയ്ത കാര്യം തന്നെയാണ്. ഓക്കെ, ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പൊ ജീവികളെ എങ്ങനെ തരംതിരിച്ചത്? ജീവശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ പറയുന്ന അരിസ്റ്റോട്ടിൽ ചെയ്ത കാര്യമാണ്. അപ്പം ഇവിടെ ജോൺ റേക്ക് അത് വേണ്ട. എന്തായാലും അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന്റെ മുൻപേ ഇതാണ് പഠിക്കേണ്ടത്. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, അരിസ്റ്റോട്ടിലിനെയാണ് നമ്മൾ ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. കണ്ടോ, ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. റെഡി അല്ലേ? അപ്പൊ അരിസ്റ്റോട്ടിലിനെ പറ്റിയാണ് പറയുന്നത്.
തിയോഫ്രാസ്റ്റസ് ആണ് നമ്മളെ സസ്യശാസ്ത്രത്തിന്റെ പിതാവ്, ബോട്ടണിന്റെ പിതാവ് അല്ലെ. സസ്യങ്ങളെ ഏകവർഷി, ദ്വിവർഷി, ബഹുവർഷി എന്ന് തരംതിരിച്ചു. അപ്പം തിയോഫ്രാസ്റ്റസിനെ പറ്റിയുള്ള പോയിന്റ് ആണെന്ന് മനസ്സിലായില്ലേ. ഇനി ഇവിടെ നമ്മൾ കൊടുത്ത ജോൺ റേ ആണ്, ഇതാ നമ്മളെ ക്വസ്റ്റ്യൻ ഉണ്ടായ ജോൺ റേ ആണ് 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശരിയാണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു, ശരിയാണ്. ആ ഒരു പോയിന്റ് മാത്രം എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തത് ബാക്കിയുള്ള രണ്ടുപേരെയും കൂടെ വായിച്ചു നോക്കാം. ചരകൻ എന്താണ്? ആയുർവേദത്തിന്റെ പിതാവായിട്ടാണ് ചരകനെ നമ്മൾ പറയാം അല്ലെ. ചരക സംഹിത എന്ന പുസ്തകത്തിലാണ് എന്ത് ചെയ്തത്? സസ്യജന്തുജാലങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചത് അല്ലെ. ഇനി ലിനേസ് പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കഴിഞ്ഞ LPSA എക്സാമിൽ പോലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലിനേസിനെ പറ്റിയാ ചോദിച്ചത്. വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലെ, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ജീവികളെ ഇങ്ങനെ തരംതിരിക്കുന്ന കാര്യങ്ങൾ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആൾ ആദ്യമായി വർഗീകരിച്ചെങ്കിലും കുറച്ചും കൂടെ വ്യക്തമായിട്ട് അല്ലെ ശാസ്ത്രീയമായി വർഗീകരിച്ച് തുടങ്ങിയത് ലിനേസ് ആണ്. അതുകൊണ്ട് ലിനേസിനെയാണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ജീവികളെ 2 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചത്. അതുകൊണ്ട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിച്ച് വെച്ചേക്കുക. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇത് കൊണ്ടുവന്നത് ആരാണ്? നമ്മളെ ലിനേസ് ആണ്. 2 കിങ്ഡം വർഗീകരണം എന്നാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ജീവികളെ എങ്ങനെയൊക്കെയാ തരംതിരിച്ചേ? സസ്യങ്ങളെന്നും ജന്തുക്കളെന്നും. അപ്പം പറയുമ്പം നമ്മൾ എങ്ങനെയാണ്? പ്ലാന്റ് എന്നും അതേപോലെ അനിമാലിയ എന്നുമാണ്. അപ്പം പ്ലാന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ആണ്, എനിമാലിയ എന്ന് പറയുമ്പോൾ എന്താണ്? എനിമൽസ് ആണ്. അപ്പം അത് ലിനേസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റ് ആണ്. അതേപോലെ അടുത്തൊരു പോയിന്റ് ആണ് ലിനേസുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട അടുത്ത പോയിന്റ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ലിനേസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? സയന്റിഫിക് നെയിം അല്ലെ, സയന്റിഫിക് നെയിം ജീവികൾക്ക് ശാസ്ത്രീയ നാമം കൊടുക്കുന്ന പരിപാടി കൊണ്ടുവന്നത് ആരാണ്? നമ്മളെ കാൾ ലിനേസ് ആണ് അല്ലെ. അപ്പം മറ്റുള്ള ഒരു ലോക്കലായ പേരൊക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യത്തിന് തന്നെ പല നാട്ടിൽ പല പേര് പറയും. അപ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ദിനാമ പദ്ധതി സയന്റിഫിക് നെയിം കൊടുക്കുന്ന കാര്യം കൊണ്ടുവന്നത് ആര് തന്നെയാണ്? നമ്മളെ ലിനേസ് ആണ് എന്ന് ആലോചിച്ച് വെക്കുക. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണിത്. ആര്? ലിനേസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്. വർഗീകരണ ശാസ്ത്രത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ടാക്സോണമി എന്ന് പറയുന്നത്. അതും കൂടെ കണക്ട് ചെയ്ത് വെക്കുക. എന്താണ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ? വർഗീകരണ ശാസ്ത്രത്തിനെയാണ് നമ്മൾ പറയുന്നത്, ടാക്സോണമി. ഓക്കെ, അപ്പൊ ഇതും കൂടെ കണക്ട് ചെയ്യുക. ചിലപ്പോൾ അത് ചോദിക്കും. ടാക്സോണമി എന്ന് വെച്ചാൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ വേറെ പേരാണ്. ടാക്സോണമിന്റെ പിതാവാര് ചോദിക്കാം. അപ്പൊ ആൻസർ എന്താ വരിക? ലിനേസ് എന്നതാണ് ആൻസർ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇവിടെ എന്തായാലും കണ്ടു. ഇതിന്റെ ബേസിൽ നമ്മൾ ജോൺ റേന്റെ പോയിന്റ് ഓർമ്മിച്ച് വെച്ചാൽ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് തന്നെയാണ് റെഡി എന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ശരിയായ പ്രസ്താവനയല്ലേ ചോദിച്ചത്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 2 ശരിയാണ്, 3 ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2ഉം 3ഉം ശരിയാണ്. യെസ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇവിടെ കാണാം അല്ലെ. 2ഉം 3ഉം ശരിയാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, റെഡി? ഈ 3 ക്വസ്റ്റ്യൻസും SCERT ടെക്സ്റ്റ് ബുക്കിനെ തന്നെ ബേസ് ചെയ്ത് ചോദിച്ചാൽ, അത് വെറും 8ാം ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ കണ്ടത് അല്ലേ. അപ്പോൾ ഇതേപോലെ എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് ഈ തന്ന നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എത്രത്തോളം പഠിച്ചാൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ PSC ലെവലിലൊക്കെ ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത് സ്റ്റേറ്റ്മെന്റ് വരുമ്പം അധികം ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.